ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ ഇത്. ഒത്തിരി അങ്ങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് ബർണർ ഇതുപോലെ കരി പിടിച്ച പോലെ ഇങ്ങനെ കളറ് മാറി മാറി വരും. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ബർണർ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടായിട്ട് നമ്മൾ അത്യാവശ്യം ചൂടുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാസ് ബർണർ മുങ്ങിക്കിടക്കണം കേട്ടോ. അതിന് മാത്രമുള്ള വെള്ളം വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മുടെ അപ്പസോഡ ഇല്ലേ, ബേക്കിംഗ് സോഡ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ടായിട്ട് സിട്രിക് ആസിഡിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് മേടിച്ചിട്ട് ഇപ്പോൾ അത് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതെടുത്ത് കളയണം. അപ്പോൾ നമുക്ക് ഫുഡിലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കട്ടകളായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ സിട്രിക് ആസിഡ് ചേർക്കുമ്പോഴേ ഇത് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. അപ്പോൾ സിട്രിക് ആസിഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ജെല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ. ഡിഷ് വാഷ് ജെല്ല് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബർണറുകൾ ഈ ഒരു സൊല്യൂഷനകത്ത് മുക്കി വെക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റാണ് നമ്മൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ സൊല്യൂഷനിൽ കിടന്നിട്ട് നമ്മുടെ ബർണർ ഏകദേശം ആ കരിയൊക്കെ കുറച്ചൊന്ന് പോയ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൻ്റെ കളറും ഇപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണുന്ന കളറും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം വ്യത്യാസം വന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ അതെടുത്തിട്ട് സ്ക്രബ് വെച്ച് നന്നായിട്ട് കഴുകി ശരിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വരുന്ന വ്യത്യാസം. നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ബർണറുകളൊക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ഡിഷ് വാഷ് ജെല്ല് തന്നെ ഉപയോഗിച്ചാൽ മതി. ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഹാർപ്പിക്കൊന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ജെല്ല് മാത്രം മതി. ഇത്രയും ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് തിളങ്ങി വന്നിട്ടുണ്ട് നമ്മളിത് സ്ക്രബ് വെച്ച് ഉരച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.